तरीके से। तो रो रही है जैसे रोती क्या रही है। वो तो खुशी नहीं लग रही बाकी। अच्छा बोल रहा पास आउट हुई शायद कॉलेज खत्म हो गया ना। ആകെ കോലം കിട്ട് പോയല്ലോ. എന്ത് ടൂറായിരുന്നു? ചുമ്മാ എക്സ്കർഷനോ അതോ എത്ര ദിവസത്തേക്കായി ഈ സ്ഥലത്ത്? വെക്കേഷൻ കഴിയുന്നത് വരെ. അതാ മുത്തച്ഛൻ്റെ പ്ലാൻ. എനിക്ക് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അപ്പത്തിലായിരുന്നു. പോവാ. ആ നീ പറഞ്ഞതുപോലെ उन्हें भी लग रहा कुछ तो दिखी है कुछ भी कहा उन्होंने उससे। फुटबॉल आ रही है ऊपर से। सारी गाने आ गए उसके। ബ്യൂട്ടി എന്താ എല്ലാവർക്കും എന്തിനാ ബഹളം? ആമി ഞങ്ങളൊക്കെ वो तो डांटने लगे उन्हें हैं हैं ऊपर भाग गए। उनसे गुटारी चली गई। What's this here? Something wrong. वो तो बिल्कुल खुशी नहीं हुई उन्हें देख के। वो सब कितने खुश थे। മുത്തശ്ശി വന്ന് നോക്ക്. देखो എവിടെ ऐसे में इसका ब्रेकअप हो गया किसी के साथ। ये भी മുത്തശ്ശൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും അതങ്ങ് മാറ്റി വെക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആൺകുട്ടിയെ തിരിച്ചു കിട്ടണം. ദേ നിന്റെ അച്ഛനും ഒന്ന് മാറ്റിയെടുക്കാനാ നിർബന്ധമായും നീ വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞത്. അതൊക്കെ സാരല്ലേ. അവള് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. അവള് ഞാൻ ചെന്ന് മോക്ക് നല്ല ചൂടായിട്ട് നെയ് റോസ്റ്റ് കൊണ്ടുവരാം. ज़्यादा कुछ नहीं आएंगे। ആമി അറിഞ്ഞോണ്ട് മാത്ര ഞാൻ വരാന്ന് വെച്ചത്. മേമയുടെ കുട്ടികൾ എല്ലാരും ബോംബെക്ക് വിളിച്ചു പോവായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ എല്ലാം കൂടി വീട് തലകീഴായി മറിച്ചു. ഭാഗ്യം ചെയ്തവരാ നമ്മൾ. ഈ കുട്ടികളുടെ കളി കൂട്ടരിൽ അവൻ ആരെയാവും ഇഷ്ടമാവുക? ഒന്നിനൊന്ന് മിടുക്കികളല്ലേ 5 പേരും. ആരായാലും നമുക്ക് ഒരുപോലെ. ഷെയർസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഞാൻ അവർ കൊടുക്കൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതാണ് എന്റെ ശേഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുള്ളിൽ അവൻ ഏതെങ്കിലും ഒരു മുറപ്പെടിനോട് ഇഷ്ടം തോന്നട്ടെ. അങ്ങനെ വന്നാൽ ഇത് നാച്ചുറൽ ആകൂ. അത് ഭയങ്കരി നീ ഇതിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സകല പ്ലാനും പൊട്ടി. അറിഞ്ഞ നാട് മുഴുവനും എന്നെ മുത്തശ്ശൻ മിണ്ടൂല. ഷുവറാ. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കാനാവില്ല മുത്തു. എന്ത് തരും? എന്ത് തരാൻ? ഒരു 1000 rupees. ബ്ലാക്ക് മെയിലിംഗ്. എന്നൊന്നും വേണ്ട മുത്തു. പണം വാങ്ങിയിട്ട് കാല് മാറിയാ ഇവിടെ ചൊണക്കുട്ടനല്ലേ? എന്റെ പൊന്നു ലോറൻസ് നീ ഇതുകൊണ്ട് പോ. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ सारे जो भी काम करता है इसका दोस्त ही करता है. പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ട. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? ये सबको ब्लैकमेल कर रही है. अब इससे भी रुपए मांगेगी. ഫോൺ ചെയ്തു, പിള്ളേർക്ക് എത്തുന്ന കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ
അല്ല ഒന്നുമില്ല, ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങളില്ലാതില്ല. എന്താ? ചേരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತನ अच्छा 5 लड़कियों में से एक से करता है ये शादी तो प्रॉपर्टी इसकी हो जाएगी. ഞാൻ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. अब करेगा ये किसी एक 5 से प्यार. ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ओह अब इसे आइडिया मिल गया थोड़ा. ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯನ್ನ ನಿನಗೆ ಸಿಗುತ್ತೆ. इतना सोच क्यों रहा है ये? इसे समझ नहीं आई है. ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು അമോവാകം. കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ല. തമാശകളാ ഇത് സംഗതി. उसने कन्नड़ में बोला, इसे समझ नहीं आया तभी. സംഭവം പറഞ്ഞു. അതിന്റെ तभी उस चीज को बार बार रिपीट कर रहा था ना. ഒബ്രു മದುವೆ ಮಾಡಿಕೊಂಡ್ರೆ താത്തന്തു പേഴ്സണൽ ആസ്തിയില്ല നിനക്ക് സിക്കിത്തെ. ഇത് കന്നഡ പിന്നല്ലാതെ എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ആയിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധു മധു എന്ന് പറഞ്ഞാൽ മധു. ആ മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ ഇല്ല, മേടിച്ചോണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ये गलत बता रहा सर. दारू दारू की फैक्ट्री बता. क्या बता रहा है? ഇനി കുട്ടികളെല്ലാവരും ഇരിക്കും. वेकेशन मनाना है क्या है? मैं सोच रहा था इसकी समझ में क्यों नहीं आ रहा है. हाँ Oh gosh, what is this? Wine? Yeah, wine. Wine लाती हूँ. Wine shop കയറി വാങ്ങിച്ചു. ഇനി ഈശ്വര. ओ बैंग. Not bad. പ്ലീസ് അമ്മി, എനിക്ക് വേണ്ട. പെണ്ണെ അടിച്ച് നിന്റെ കണ്ണ सबको बिगाड़ देगी अपने साथ में है. പടയ്ക്കും. ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ? വൈനിലോ? ഫുഡ്. നിന്നെയൊക്കെ ഇതിന് സഹചര്യം. Wait. हैं? क्या करने जा रही है? ओ सिगरेट भी ला रखी है. ആരെങ്കിലും കണ്ടാ? Come on. Cheers. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ. ओ, उसने देख लिया. इसने देख लिया. अब ये करेगा ब्लैकमेल से. കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് അല്ല, ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്കേ. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ अब ब्लैकमेल करेगा इसको. പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, സത്യം. प्रॉमिस कर लिया. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസേ. अब पूछ रहा उसका मतलब. ഓ അതോ, അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ ഒന്ന് वो ये सोच रहा है. ആ, ചങ്കു, हाँ. അർത്ഥം കിട്ടിയടാ. അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത് अच्छा बता दे इसने से. അത് മുഴുവൻ കിട്ടിയ ഞാനൊരു കലക്കിലിടാ. പക്ഷെ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കിട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനോടൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് कर्जे ने रिपेयर है नहीं कर पाया. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. हो गया. अच्छा ठीक हो गया. अच्छा ആ, ചങ്കു, बाहर की तरफ कर देंगे. अब देखिए वो कौन लड़की थी वो. ज्योति. എനിക്ക് തോന്നുന്നത് SP-യുടെ മോളില്ലേ, ട്രിവാൻഡ്രം. ദേവിക. अभी दिखा था ना. हाँ अभी दिखा नहीं है. ഇത് അപർണ. गैस कर रहे हो बस. कोई आ रखी है वहाँ पर पर्दे में ना. वो तो उन्होंने नीचे रख दिया. ടേപ്പ് കാർഡ് പിന്നെയും പോയി. चली गई. अरे वही रहेगी जो वो तो पढ़ाई कर रही होगी आप अपने रूम पे, जो IAS बनने चाहती है ना.
पता नहीं, हाँ हो सकता है। फूल फेंक दिया किसी ने। किसने फेंका? ओ I feel really sorry, man. Yours? हाँ यार, मतलब है उनमें से कोई बाहर से फेंका, वही रही होगी शायद वो लड़की, ऐसा लग रहा मुझे, जो आई थी ना बाद में। अबे वही गाना गा रही है। हाँ अच्छा, उधर है वो, देखो पता नहीं कौन है वो कोई जा रहा ना उधर। हाँ दिखा रहे थे एंकर, वो पता नहीं कौन है वो। पता नहीं कौन दिख रहा कौन है। तो ड्रेस भी बदली हुई है अपनी। यहाँ बैठी है, जा रहा है। अबे अंदर नहीं जा सकता था क्या? अंदर चले आता गायब हो गई, चले गई। हेलो अच्छा ऐसे बेगो बना रहे थे। എനിക്കപ്പോഴും സംശയമുണ്ടായിരുന്നു. രവി ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടി പറയട്ടാ. എന്ത്? ഒക്കമാണ് അഭിരാമി, ഇനി ഈ പൊട്ടങ്ങൾ വേണ്ട. ആവട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇന്നലെ രാത്രി വിൻഡോയുടെ അടുത്ത് വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കി അഭിരാമിയല്ലേ? वही लड़की है। ആ ടേപ്പ് എനിക്കും തരുമോ? അപ്പോ അഭിരാമി അല്ലേ ആ ये गाना सुनना, इसलिए वही गाना गा रही थी। അവളാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരു സാധാ പെൺപിള്ളേരുടെ നമ്പർ ഒന്നും കാണിക്കില്ല. എടാ സാധാ അതെ, ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു. എടാ അതിലെന്താ ഒരു ത്രില്ല്? ഓ ഈ മുഖം അതല്ലടാ. മോളെ ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല ഇങ്ങനെ ചോദിക്കണം, ഒരു പാലം വിട്ടാൽ അങ്ങോട്ട് മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ प्रॉपर्टी के बारे में सोच रहे हैं। എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ അകിട്ടിൽ ओ ഹാമിൽട്ടൺ പൊട്ടിക്കുന്ന वही കാര്യം. तो। ആ പാട്ടാണ് കയറി പിടിക്കാൻ പറ്റിയ ഒരു തുമ്പ്. ഒരു ഐഡിയ വരുന്നുണ്ട്. മേനോൻ ആൻഡ് മിസ്സസ് മേനോൻ ഹാവ് കം. എന്താ രവി ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. माँ बाप എന്താ है नहीं സംഭവം? है, दादा दादी है। ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്, മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? ആ പിന്നെ പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൾ തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. कैश प्राइज देंगे वो। ओ बैंक 1000 रुपए। അതെ ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നുമില്ലല്ലോ. ഞാൻ ready, sir. പറ്റില്ല. വേണം മോനായി വേണം. ഒരു കർട്ടൻ റൈസർ പോലെ ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്ക വയ്യാതെ ഒരു തുടങ്ങാം. ready, sir. റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാൻ ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. കലക്കി മോനെ കലക്കി. गाना भी यही गा रहा। ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട് എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കേസ് अच्छा आवाज सुन रहे हो? कौन हो सकती है? ഹിന്ദി പറ്റില്ല. वो इंग्लिश गाने गाई, मलयालम गाने। ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ട് ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട്. अच्छा ये पहले लाइन बोले के बाद में देखते हो। ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ദൂരതീരങ്ങളും മുഖതായി നിന്നെ ഞാൻ തേടുന്നു.
പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ इस गाना ബാക്കി രവി ओ इसे बोल दिया रात को चला रहे गाना മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. എന്നിട്ട് വന്ന് പറ. തരാം. ഓക്കേ. എന്നിട്ട് എന്നെ വലിക്കണേ. ആ, ആ. അപ്പൊ ഞാൻ വരാം. बिगाड़ दिया कपड़े पहनती है भाई सब तो लड़कियां जैसे पहनती താങ്ക് യു. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ. പക്ഷേ हॉर्स राइडिंग करने जारी करेगी നമുക്ക് ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. चढ़ गई പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. ഗർഭിണി അല്ല, ആയിരിക്കും. മനസ്സിലായില്ല. അത് താഴെ कुछ हो गया तो ഓ പഠിച്ചോളാം. പോ. ये ऐसे मजाक में ले रही है गिरा ना दे Go. गिराएगा घोड़ा देखो गिरा दिया അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാം ഞാൻ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം. കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. ഓക്കെ, കൂടി പൊട്ടക്കണ്ണാടി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. कहाँ बैठे ഇപ്പതാ എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി. എടി നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരി. पता नहीं क्या करने जा रहे हैं प्लान है इसका झूठ मूठ में बोल रही है हाँ कि यहाँ सांप है അയ്യോ പാമ്പല്ല. കളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. हैं എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോ. ये अबे फंसा देगी इसको अब ये उसको बुलाएगी दादा को बुलाएगी अबे ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ ഓടി വന്നേ. മുത്തച്ഛ, മുത്തച്ഛ. അയ്യോ എന്നെ കേറി പിടിച്ചോ. അയ്യോ പിടിച്ചോ. फंसा रही उसे ऐसे क्यों किया उसने भयंकर अब से बाहर जाने के लिए बोल रही है അയ്യോ എന്താണ് ഇത്? वो तो गलत എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? മുത്തച്ഛ, ड्रामा में लेके ഞാൻ മൂത്രമൊഴിക്കാൻ കേറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കേറി വന്നു മുത്തച്ഛ. എന്നിട്ട് എന്റെ അടുത്ത് ആയില്ല. कैसे ड्रामा कर रही അതിനകത്ത് പാമ്പുണ്ടോന്ന് എനിക്കിനി फालतू में फंसा रही है अंदर से No, she is lying. മുത്തശ്ശ, she is lying. തല്ലി ഓടിക്കുമായിരുന്ന ആ റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ जबकि उसका ही घर है ना वो तो उसने कहा था ना कैसे बोलने ഞാൻ पार्टनर തരാൻ പണം കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തശ്ശ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി. दवा नोटिस लिया അവൻ എവിടെ उसने देखा था उसने उसे എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കേ. ദേ, പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടവൻ. ജീവൻ രക്ഷിച്ചതോ? अच्छा 2.5 വർഷം अब जो उसने किया था वही उसके बारे में कह रहा है ഇത് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാകുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും. എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. ക്ലിയർ ആയില്ല. ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോടുന്നു. ആമിയോടെ ദാ നിക്കണു. को बुला रहा है उसकी क्लास लेगा वो ये बहुत चालाक लड़की है भयंकर पहले के शरीफ लग रही थी अब स्टार्टिंग में आई है हाँ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്. तुम बाहर क्यों गए टॉयलेट ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? ഏയ്, ഇത്ര എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കുവോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ചെയ്യില്ല. പറയുന്ന കേട്ടതൊന്നും ഞാൻ ടെന്നീസിന്റെ പുറത്തുനിന്നാ വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ अब पकड़ी गई है
അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തശ്ശ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂം हाँ ऐसे पता कर रहा है वो, ये तो मिली थी अभी बता ഞാൻ देगी। നോക്കില്ല. പെടയാൻ പറ്റിയതും സത്യം പറയേ. സത്യം ആമി. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. देखो अब मजाक बोल देखो। हाँ തമ്മിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വേണ്ട. അടിക്കൊന്നും വേണ്ട. डंडे से मारा उसको। നീ പോരുത്. അവിടെ നിന്ന് സംസാരിക്കാൻ പാടുമോ? എടീ, പോ അവിടെ. ഓക്കേ. ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് ഇവിടെ കെട്ടി തൂക്കിയിടണം. നിങ്ങളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് കേട്ടപ്പോ അവന്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. ആരും ഇല്ലല്ലോ അവന്. നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നു. माफी मांगी इससे, जा सुन लिया। സോറി മാൻ. മാത്രം സന്തോഷത്തോടെയാണ് എൻജോയ് ചെയ്യുന്നതെന്നറിയോ? സ്നേഹിക്കാനും നോവിക്കാനും ആരും ഇല്ലാത്തവന് ഇതൊക്കെ ദൈവത്തിന്റെ ഈ സ്ഥാനങ്ങളെല്ലാം എനിക്ക് പുതിയതാണ്. അപ്പൊ ചില ചില്ലറ മിസ്റ്റേക്സ് എന്റെ കയ്യിൽ നിന്ന് വന്നാൽ ഇവരെ എന്നാലും ഞങ്ങളുടെ രവിയുടെ ജീവൻ രക്ഷിച്ച ഡെന്നീസിനെ രവിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ബൈസൺ വാലിയിലേക്കുള്ള വഴികളിൽ രവി, യെസ്, ആത്മപ്രശംസ ചെയ്യാതെ എല്ലാം ദൈവത്തിന്റെ കഴിവായിട്ട് കാണുന്നത്. ദാറ്റ്സ് യുവർ ഗ്രേറ്റ്നസ് ഡെന്നീസ്. മാമ നല്ല തല്ലുകൊടുത്ത് വളർത്താത്തിന്റെ. എന്തായാലും ഷീസ് ടിപ്പിക്കൽ. ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അഭിരാമിയുടേത്. है ആ കഥ അറിയില്ലല്ലേ? ये अडॉप्टेड है। എന്റെ അച്ഛൻ എന്ന് പറയുന്ന മിസ്റ്റർ ബാലചന്ദ്രനും ഭാര്യ മാലിനിക്കും മാരേജ് കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടായില്ല. अच्छा ये सौतेली है। ആരായിരിക്കും പാർട്ടീസ്? അത് ഷുവർ അല്ലേ? പക്ഷെ എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത്? വലുതാവുമ്പോ ഇവളൊരു തല്ലു. എല്ലാവർക്കും മോളെ तो भी ഇഷ്ടമാണ്. शायद अनाथी അതെ, എല്ലാവർക്കും इन्होंने से എന്നെ ഇഷ്ടമാണ്. अडॉप्ट किया होगा ना। പക്ഷെ इतने सारे बेटे तो थे ही वहाँ करके। പറയിപ്പിക്കും. എന്നിട്ട് ഈ ചീത്തക്കുട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും പോട്ടെ അവളെന്ന്. എന്നെ സ്നേഹിക്കരുത്. സ്നേഹിക്കാൻ ഞാൻ घर तो खुद ही केस है।